ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ഡിയോ BS6 മോഡൽ വണ്ടിയാണ്. മിസ്സിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നേനെ. നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് മിസ്സിങ് കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ ഈ കംപ്ലയിൻറ്റിൻ്റെ ലക്ഷണം പറഞ്ഞിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിച്ച് ഏകദേശം ഒരു 10-15 കിലോമീറ്ററൊക്കെ ഓടി കഴിയുമ്പോഴത്തേക്കും എഞ്ചിനൊക്കെ നല്ല രീതിയിൽ ഹീറ്റാവും. അതിൻ്റെ കോയിൽ അസംബ്ലി കാര്യങ്ങളൊക്കെ ഹീറ്റാവുന്ന സമയത്ത് തന്നെ ഈ കംപ്ലയിൻറ്റ് കാണിക്കാം. അപ്പോൾ അത് നമ്മൾ അതിക്ക് മുമ്പ് നമുക്ക് കിട്ടിയിട്ടുള്ള വർക്കിൻ്റെ ഡീറ്റെയിൽസ് ആ ഡാറ്റ വെച്ചിട്ടാണ് നമുക്കതൊന്ന് റിപ്പയർ ചെയ്യാൻ പറ്റാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അയച്ചേക്കണതാണ്. സാധാരണ അങ്ങനെ വരുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് വണ്ടി കംപ്ലയിൻറ്റ് കാണിക്കണമെന്ന് വെച്ചാൽ ഒരു 8-10 കിലോമീറ്ററൊക്കെ ഓടി കഴിയുമ്പോഴത്തേക്കും ഒരു മിസ്സിങ് പോലെ കാണിക്കുക. അതായത് പെട്രോൾ കിട്ടാത്ത പോലത്തെ ഒരു ഫീലാണ് വരാം. അത് കഴിഞ്ഞ് വണ്ടി ഓഫായി പോകും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ ചിലപ്പോൾ അടിച്ചപ്പോൾ തന്നെ സ്റ്റാർട്ടാവും, അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും വണ്ടി സ്റ്റാർട്ടാവുക. പിന്നെ സ്റ്റാർട്ടായി ഇതേപോലെ തന്നെ ഓടും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും കാണിക്കും. കാരണം എഞ്ചിൻ ചൂടാണെങ്കിൽ വീണ്ടും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ കംപ്ലയിൻറ്റ് ലക്ഷണം. അതായത് ഇപ്പോൾ ഒരു കയറ്റമൊന്നും കയറാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു പ്രോബ്ലംസൊക്കെയാണ് പറഞ്ഞ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ വണ്ടിക്ക് കാണിക്കുന്നത്. അപ്പോൾ അതിന് എനിക്ക് മുമ്പായാലും നമുക്ക് കുറച്ച് വണ്ടികൾ സെയിം പ്രോബ്ലമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കാണിക്കുന്ന കംപ്ലയിൻസിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ഈ പ്ലഗിലേക്ക് പവർ സപ്ലൈ ചെയ്യുന്ന HT കോയിൽ ആ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതുമേ എനിക്ക് മുമ്പ് ഇത് കംപ്ലയിൻ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതുമേ കിടക്കുന്നത് കമ്പനി കോയിൽ അസംബ്ലി അല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്. അപ്പോൾ ഒരു വരാൻ സാധ്യത കൂടുതൽ ഇതിൻ്റെയാണ്. അപ്പോൾ നമുക്കിത് മാറ്റുമ്പോൾ കോയിൽ അസംബ്ലിയും അതിൻ്റെ പ്ലഗിലേക്ക് കണക്ട് ചെയ്യുന്ന പ്ലഗ് അഡാപ്റ്ററും കൂടി നമുക്ക് മാറ്റിയിടണം. പ്ലഗ് ഞാൻ അഴിച്ചു നോക്കി, പ്ലഗ് വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ജസ്റ്റ് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്തിടാം. എയർ ഫിൽറ്റർ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളൊരു പ്രോബ്ലം പെട്രോളിൻ്റെ ഫ്ലോ തടസ്സപ്പെടുക എന്നുള്ളതാണ്. അത് നമുക്ക് അതിൻ്റെ ഫ്യൂവലിൻ്റെ പമ്പിനകത്തൊരു ഫിൽറ്റർ വരുന്നുണ്ട്. ആ ഫിൽറ്ററിൻ്റെ ആ ഒരു ബ്ലോക്ക് വരുന്നത് കൊണ്ടും ഈ പ്രോബ്ലം കാണിക്കും. ഈ വണ്ടിക്ക് നോക്കുമ്പോൾ അതും ഒരു ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫിൽറ്റർ നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും മാറ്റേണ്ട ഒരു പാർട്ടാണ്. ഇത് പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ്. അപ്പോൾ നമ്മൾ അതും കൂടിയും കൂട്ടത്തികളെ മാറ്റി വിടുന്നുണ്ട്. അപ്പോൾ ഫ്യൂൽ പമ്പ് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് ആ ഫിൽറ്റർ മാറ്റി റീസെറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഫുള്ളായിട്ട് അഴിച്ചാലാണ് നമുക്ക് ഈ പറഞ്ഞ മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓയിൽ അസംബ്ലി മാറ്റി പ്ലഗ് അഡാപ്റ്റർ മാറ്റി നമ്മൾ റീസെറ്റ് ആക്കണമുണ്ട് കേട്ടോ. നിലവിൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടിയിട്ടില്ല. വാണിംഗ് ലാമ്പൊന്നും തെളിയുന്നില്ല എന്നുള്ള ഇത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ പറഞ്ഞ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ കംപ്ലയിൻസിൻ്റെ സാധ്യത 99% ഇത് തന്നെയാണ്. ഇതിന് മുമ്പും കുറച്ച് 1-2 വണ്ടികൾ അങ്ങനെ പ്രോബ്ലമായിട്ട് വന്നിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ചെയ്ത് പെട്ടത് ഈ വർക്കാണ്. പിന്നെ അത് അഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ സാഹചര്യങ്ങൾ ഇതാണ് നോക്കണം. കോയിൽ അസംബ്ലി ഡ്യൂപ്ലിക്കേറ്റാണ്. സാധ്യത കൂടുതൽ കോയിൽ അസംബ്ലിയാണ് കേട്ടോ. കൂട്ടത്തിൽ നമ്മൾ ആ ഫിൽറ്ററും കൂടി ചേഞ്ച് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ആ വീഡിയോ ഒക്കെ കണ്ടെയ്മൊന്ന് റിപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഏകദേശം നമുക്കൊരു ഉച്ച കഴിയും, ഒരു 4 മണി 5 മണിയൊക്കെ ആവും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക്. ഞാൻ കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഇത് സെറ്റ് ചെയ്തിട്ട് കുറച്ച് ഓടിച്ചു നോക്കാം. നമുക്ക് കുറച്ച് ലോങ് ഒരു ഏകദേശം ഒരു 8-10 കിലോമീറ്ററൊക്കെ നമുക്ക് ഒന്നുകൂടി ഓടിച്ചു നോക്കാം. അതിന് ശേഷം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ.